എത്യോപ്യയിലുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ പുറത്തുവന്ന ചാരമേഘത്തിന്റെ ആഘാതം ഇന്ത്യയിൽ നിന്ന് ഒഴിഞ്ഞുപോയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഗുജറാത്ത്, രാജസ്ഥാൻ, ഡൽഹി, ഉത്തർപ്രദേശ്, ബീഹാർ, വടക്കിഴക്കൻ മേഖലകൾ എന്നിവ കടന്ന് ചാരമേഘം ചൈനയിലേക്ക് നീങ്ങിയതായി കാലാവസ്ഥാ കേന്ദ്രം. ഈ എത്യോപ്യയിലെ ഹെയ്ലി ഗുബി അഗ്നിപർവ്വത സ്ഫോടനം കഴിഞ്ഞ 2 ദിവസമായി ഇന്ത്യയിൽ വലിയ ആശങ്ക ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ മേഘപടലങ്ങൾ, ഭാഗങ്ങൾ ഉൾപ്പെട്ട മേഘപടലങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യ മണിക്കൂറുകളിൽ തന്നെ അന്താരാഷ്ട്ര സർവീസുകൾ ഉൾപ്പെടെ 6 വിമാന സർവീസുകൾ റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. കൂടാതെ ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ മേഖലയിൽ അന്തരീക്ഷ മലിനീകരണം അതീവ രൂക്ഷമായി തുടരുന്നതിനിടെ മനുഷ്യന് ആരോഗ്യകരമായ രാസവസ്തുക്കൾ ഉൾപ്പെട്ട ഈ ചാരമേഘങ്ങൾ വലിയ തോതിൽ ഡൽഹിയിൽ ഉൾപ്പെടെ ആശങ്ക ഉയർത്തിയിരുന്നു. ഏതാണ്ട് ഒരു ദിവസം പൂർണ്ണമായും ഉത്തരേന്ത്യയുടെ ആകാശത്ത് 6 സംസ്ഥാനങ്ങളിലായി ഈ മേഘപടലങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ആശങ്ക ഒഴിഞ്ഞിരിക്കുന്നു എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടെ ഇന്ത്യൻ പ്രദേശം പൂർണ്ണമായും വിട്ട് ചൈനയിലേക്ക് ഈ ചാരമേഘങ്ങൾ പ്രവേശിച്ചിരിക്കുന്നുവെന്നും നിലവിലിപ്പോൾ ആശങ്കയുടെ സാഹചര്യമില്ല എന്നും, അതേസമയം ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണത്തെ നേരിയ തോതിൽ ഈ ചാരമേഘങ്ങൾ ബാധിക്കും എന്നുമാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്.